Wow. Magic morning. Magic morning. Magic morning. Magic morning. ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? Happy. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്കിന്ന് സേസാറുടെ സെഷനാണ്. സേസാർ ഇപ്പോൾ ഒരു 1 മിനിറ്റ് കൊണ്ട് ജോയിൻ ചെയ്യും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ സേസാർ, ഓക്കെ. അപ്പം സേസാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സേസാർ പ്ലീസ് വെൽക്കം സർ. Thank you, Gopika. ഓക്കെ. മാജിക് മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിലെ ഒരു 25 നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന 25 നന്മകൾ കാണാം. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നന്മകൾ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഓക്കെ, നമുക്കവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു 25 കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താങ്ക് യു പറഞ്ഞു. ജസ്റ്റ് 25 നിങ്ങളുടെ ലൈഫിലെ 25 കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് താങ്ക് യു ഫോർ ദാറ്റ്, താങ്ക് യു ഫോർ ദാറ്റ് അങ്ങനെ പറയും. ഓക്കെ, ഇപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതിന് നന്ദി, ഈ ശക്തിക്ക് നന്ദി, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ഓക്കെ, എനിക്ക് ജോലിയുണ്ട്, അങ്ങനെ ഒരു 25 കാര്യങ്ങൾക്ക് നിങ്ങൾ താങ്ക് യു പറയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ 25 എന്ന് കമന്റ് ചെയ്യും, കംപ്ലീറ്റ് ആയ ആൾക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ,
നിങ്ങൾ ബി മാജിക്കിൽ പുതിയ റൂൾ കൊണ്ടിരുന്നു. നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇരുത്തുക, ക്യാമറ ഓഫ് ചെയ്യുന്ന ആളുകളൊക്കെ പുറത്താക്കുക. ഹൗ ഡു യു ഫീൽ റൈറ്റ്? നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ഫീൽ ചെയ്തു? ഒരു 25 താങ്ക് യു പറഞ്ഞ സമയത്ത് എന്ത് ഫീൽ ചെയ്യും? ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു 25 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞപ്പോൾ മുമ്പും ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം എന്താണ്? ഞാൻ എൻ്റെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറഞ്ഞു. ഹാർട്ട്, ലിവർ, അത് കഴിഞ്ഞപ്പോൾ തന്നെ 25 ഏകദേശം ആയിരിക്കും. വെരി ഗുഡ്. വേറെ ആളുകളുടെ ഒപ്പീനിയൻ? വേറെ ആളുകൾ ഫീൽ ചെയ്തു? ഒരു സംതൃപ്തി തോന്നിയിട്ടുണ്ട്. നിസാറൊന്നും വീഡിയോ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആകെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്? ആ ഉണ്ട്. നൗഫൽ വീഡിയോയിൽ കാണുന്നില്ല. വീഡിയോയിൽ കാണാത്ത 2 റീസൺ ഉണ്ടാകാം. ഒന്ന് ആളുകൾ ബെഡിലായിരിക്കും. 2 എന്തുണ്ടാവില്ല, ഇതിന് സീരിയസ് ആയിട്ട് സിന്ധുമയം വന്നു. വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മാക്സിമം നിങ്ങൾ വീഡിയോ ഓൺ ആക്കുന്നവർക്ക് വീഡിയോ ഓൺ ആക്കുക, അല്ലെ? എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് വന്നു. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ കുറേ വലിയ ടെക്നിക്കുകളൊന്നും വേണം. കുറേ വലിയ ടെക്നിക്കുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് അതിനുള്ള കുറച്ച് ടിപ്സുകൾ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അതിന് മുമ്പ് നിങ്ങളുടെ ചെറിയൊരു ചോദ്യം ചോദിക്കാം. എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഞാൻ പഠിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ, പക്ഷെ ഇത് എന്താ ഇങ്ങനെ പുതിയൊരു പ്രശ്നം വരാൻ കാരണം? ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എന്ന് കമന്റ് ചെയ്ത്. ഹൗ മെനി ഓഫ് യു ഫേസ് അൺഎക്സ്പെക്ടഡ് പ്രോബ്ലം ഇൻ യുവർ വർക്ക് ഓർ പേഴ്സണൽ ലൈഫ് എന്ന് അവർ വയ്ക്കും. എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്താ ചെയ്യുക, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക ലൈഫിൽ. നമ്മൾ പ്രതീക്ഷിക്കുകയല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്ത്. ദിവ്യ മാം, ഷൈമിന മാം, സിന്ധു മാം, ആകെ 3 പേർക്കാണ് ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ഉണ്ടാവുക, അല്ല? എന്നാ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രോബ്ലംസിലൂടെ കടന്നു പോവാത്ത ആളുകൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ, എന്തൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത്തരം ഒരു അൺഎക്സ്പെക്ടഡ് പ്രോബ്ലംസ് വരാത്ത ആളാണെങ്കിൽ അതിനൊരു ഒറ്റ കാരണം ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ഒരു പ്രശ്നം ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും കാരണം? ഒന്നും പ്രവർത്തിക്കാത്ത ആളായിരിക്കും. ഒന്നും പ്രവർത്തിക്കാത്ത ആളായിരിക്കും. വളരെ കറക്റ്റ് അല്ലേ? അയാൾ ഒന്നും പ്രവർത്തിക്കാത്ത ആളായിരിക്കും. ഒന്നും പ്രവർത്തിക്കാത്ത ഒരാളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ലൈഫിൽ എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ലൈഫിൽ സക്സസ് ആവാനുള്ള ഒരു ക്വാളിറ്റിയിൽ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ തന്നെ കൊടുക്കാറുള്ളത് ക്ലാരിറ്റി മെന്റർ എന്നുള്ളതാണ്. എന്താണ് ക്ലാരിറ്റി മെന്റർ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ലാരിറ്റി കൊടുക്കും. എങ്ങനെയാണ് ആളുകൾക്ക് ക്ലാരിറ്റി കൊടുക്കുക? കുറച്ച് ക്ലാരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് ക്ലാരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾക്ക് ആ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസിനെ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു രീതിയാണ് റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത്. റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുക. ഒരാളുടെ ഇപ്പോൾ ആർക്കെങ്കിലും ലൈവായിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനോട് 5 തവണ വായി ചോദിക്കുക. ഞാനിപ്പോൾ എണീറ്റതിന് ശേഷം ഞാൻ ചോദിച്ചു, ഞാനിപ്പം കൺസൾട്ടിങ് ചെയ്യുന്നതിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു പ്രോബ്ലംസ് വന്നു. ഞാനിങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പ്രോബ്ലംസ് വന്നത്. 5 തവണ വായി ചോദിക്കുക. 5 തവണ വായി ചോദിക്കുമ്പം നിങ്ങൾക്ക് ആ പ്രോബ്ലംസിനുള്ള ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്തും. ഞാൻ കഴിഞ്ഞ ട്രെയിനിങ് കൊടുക്കാൻ പോയ സമയത്ത് ഒരാള് സമയം വൈകി വന്നു. ഒരു വ്യക്തി സമയം വൈകി വന്നു. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു എന്ത് പറ്റി, എന്ത് സമയം വൈകി ചോദിച്ചു.
എന്താ പറഞ്ഞു, ബസ് കിട്ടിയില്ല എന്നാണ്. ഓക്കെ, സമയം വൈകിയതിന്റെ കാരണം എന്താണ്? ബസ് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ബസ് കിട്ടാഞ്ഞത് ചോദിച്ചു. ബസ് കിട്ടാഞ്ഞത് സർ എണീക്കാൻ കുറച്ച് വൈകുന്നു. ഓക്കെ, ആദ്യം പറഞ്ഞ കാരണം ബസ് കിട്ടിയില്ല എന്നുള്ളതാണ്. സെക്കൻഡ് റീസൺ എന്താണ്? എണീക്കാൻ കുറച്ച് വൈകി. അപ്പൊ ഞാൻ ചോദിച്ചു എണീക്കാൻ വൈകാൻ കാരണം എന്താ ചോദിച്ചു. എണീക്കാൻ വൈകാൻ കാരണം എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു സർ ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിടക്കാൻ, അതുകൊണ്ടാണ് എണീക്കാൻ വൈകിയത്. ഓക്കെ, ശരി, എന്താണ് ലേറ്റ് ആയിട്ട് കിടക്കാനുള്ള റീസൺ ചോദിച്ചു. അത് ഓഫീസിൽ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഓഫീസിൽ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓഫീസിലെ വർക്ക് ലോഡാണോ കിടക്കാൻ വയ്ക്കിയത്, രാത്രി ഓഫീസിലെ വർക്ക് ചെയ്ത് വെച്ചു. അല്ല സർ, ഓഫീസിൽ കുറെ വർക്ക് ലോഡൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് മെന്റൽ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് രാത്രി ഞാൻ കുറെ സമയം ഫോണിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് കിടക്കാൻ വയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ലേറ്റ് ആവാനുള്ള, ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് എത്താനുള്ള റീസൺ ഇപ്പൊ എന്തായിരുന്നു അല്ലെ? ഏത് പ്രോബ്ലത്തിനാണ് സോൾവ് ചെയ്യേണ്ടത്? അയാൾക്ക് നാളെ ഓഫീസിലേക്ക് വരണമെങ്കിൽ ഏത് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടത്? ഏത് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയ നോക്കുന്നത് അല്ലെ? അയാളെ രാത്രി വെറുതെ അനാവശ്യമായിട്ട് അയാളെ ഫോൺ നോക്കിയിട്ട് കിടന്നുറങ്ങാൻ വൈകുന്നതാണെന്ത് അദ്ദേഹത്തിന് ലേറ്റ് ആവാനുള്ള കാരണം അല്ലെ? ഫസ്റ്റ് അവരെന്താ കാരണം പറഞ്ഞിട്ടുള്ളത്? ബസ് കിട്ടാൻ വൈകി. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. ഈ റൂട്ട് കോസ് കണ്ടെത്താൻ എന്താ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ടെമ്പററി പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന സംഭവം പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അതിനെ താൽക്കാലികമായിട്ട് അടക്കും. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വെള്ളം വരുന്നൊരു പൈപ്പ്, ആ വെള്ളം വരുന്നൊരു പൈപ്പ് എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് പൊട്ടി. നിങ്ങൾ ചെറിയൊരു കീസ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ കൊണ്ട് അത് കെട്ടിവെച്ചു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രോബ്ലം പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യോ? പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യോ? ഇല്ല. പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പിന്നെ സ്ഥിരമായിട്ട് ആ വെള്ളം അതിലൂടെ കറക്റ്റ് ആയിട്ട് ഇതിന് മുമ്പ് വന്നിരിക്കുന്ന ഫ്ലോ വരികയുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യും, പെർമനന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ടെമ്പററി ആയിട്ട് ചെയ്യും. അപ്പൊ എപ്പോഴും പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് ഒരാളുടെ ലൈഫിൽ സക്സസ് ആണെങ്കിൽ അയാൾക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടായാൽ സാധിക്കും. എന്താണ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്? പ്രശ്ന പരിഹാരം കാണുക, പ്രശ്നത്തിന് പരിഹാരം കാണുക അല്ലെ? നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ എബിലിറ്റി ടു ഐഡന്റിഫൈ ദ ചലഞ്ചസ്. ഫസ്റ്റത്തെ ക്വാളിറ്റി എന്താണ്? ഈസ് ദ എബിലിറ്റി ടു ഐഡന്റിഫൈ ദ ചലഞ്ചസ്. എന്തുകൊണ്ടാണ് ആ ചലഞ്ചസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് എന്ത് ചെയ്യുക, അംഗീകരിക്കുക. എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്റെ ബിസിനസ്സിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്റെ ഫാമിലി ലൈഫിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാനും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാനും ഭാര്യയും തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാനും അച്ഛനും തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഞാനും എന്റെ കൊളീഗ്സും തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിന് ആക്സെപ്റ്റ് ചെയ്യുക. എന്താണ് ആ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക, ആ പ്രോബ്ലത്തിന് എഴുതിയിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് എഫക്റ്റീവ് സൊല്യൂഷൻ. മൂന്ന് കാര്യത്തിലൂടെ നിങ്ങൾ പോകേണ്ടത്. ഇതാണ്: ഒന്ന്, ഐഡന്റിഫൈ ദ ചലഞ്ചസ്; രണ്ട്, അനലൈസ് ദം; ആൻഡ് ഡെവലപ്പ് സൊല്യൂഷൻസ്. ഈ മൂന്ന് കാര്യങ്ങളോടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ, ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് താങ്ക് യു പറയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആള്. ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഫുള്ള് ദൈവത്തിന് തെറിയാണ്. എന്താണ്, അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ട് വൈ മീ അല്ലെ എപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാനിങ്ങനെ, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടാകുക. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ചലഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചലഞ്ചസിനെ സോൾവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും വേണ്ടൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ട്രൈറ്റ്സുകളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനുള്ള കുറെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം. സംശയമൊന്നുമില്ലല്ലോ, ആത്മവിശ്വാസം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമല്ലേ. എങ്ങനെ ഒരാളുടെ ആത്മവിശ്വാസം കൂടുക?
ജാസ്മിൻ മാം, എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടുക? ജാസ്മിൻ കേൾക്കുന്നുണ്ടോ? ജാസ്മിൻ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടുക? ഞാന് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് കുറച്ച് സമയം ഏതൊരു പ്രോബ്ലം വരുമ്പോഴും ഞാൻ അതിന് കുറച്ച് സമയം കൊടുത്തിട്ട് ഞാൻ എന്നോട് തന്നെ അതിന് ഒരു ക്വസ്റ്റ്യനും ഞാൻ തന്നെ കണ്ടെത്തും, ആൻസറും ഞാൻ തന്നെ കണ്ടെത്തും. അങ്ങനെയാണ് എനിക്ക് എന്റെ ഒരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ജാസ്മിൻ. നജുല, എങ്ങനെ ആത്മവിശ്വാസം കൂടുക? നജുല, സാറേ, എങ്ങനെ ആത്മവിശ്വാസം കൂടുക? ആത്മവിശ്വാസം കൂടുക, ഞാന് പെട്ടെന്ന് സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തും. സൊല്യൂഷൻ എന്താണല്ലോ കണ്ടെത്തും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കും. എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം നോക്കും. ഓക്കെ, ശരി. ആത്മവിശ്വാസം കൂടുക. എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടുക? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നജിലയും അല്ലെങ്കിൽ ജാസ്മിൻ മാം ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഒന്നുകൂടി സിംപ്ലി പറയുകയാണെങ്കിൽ, നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുക, അല്ലെ? നിങ്ങൾ ഏത് കാര്യത്തിനെയാണോ ഏത് കാര്യത്തിനാണോ ഭയക്കുന്നത്, ഏത് പ്രോബ്ലത്തിനാണോ ഫേസ് ചെയ്യുന്നത്, അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മവിശ്വാസം കൂടും. ഇപ്പോ നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ എക്സാം എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അല്ലെ? 10ാം ക്ലാസ്സും പ്ലസ് 2 കഴിഞ്ഞപ്പോൾ 5ാം ക്ലാസ്സിൽ കുട്ടി എഴുതുന്ന എക്സാം നമുക്ക് ഈസിയാണ്, അല്ലെ? ഡിഗ്രി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് നമുക്ക് ഈസിയാണ്. അപ്പൊ എങ്ങനെയാണത് നമ്മൾ അതിനെ ഫേസ് ചെയ്തപ്പോ വണ്ടി ആദ്യം ഓടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളോട് താങ്ക് യു പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ ഡെവലപ്പ് ആവുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നോട്ടെ, ആ പ്രശ്നങ്ങൾ വരുമ്പം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ ദൈവത്തിനോട് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരണമെന്നല്ല, ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻസ് അല്ലെങ്കിൽ കഴിവ്, കപ്പാസിറ്റി എനിക്ക് നൽകണമേ, എനിക്കിതിനെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് എന്ത് സംഭവിക്കുക? അവിടെയാണ് നമ്മളിൽ പോസിറ്റീവ് ആണോ, നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ആളാണോ എന്ന് പറയാം. നമ്മൾ കുറെ ബിമാജിക്കിന്റെ ക്ലാസ് കേട്ട് എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അയാൾ പഴയതുപോലെ ഡൗൺ ആകാൻ, എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, താങ്ക് യു ഗോഡ്, വെറുതെ ആവില്ല. എന്തുകൊണ്ട്? നമ്മളെപ്പോഴും ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, അയ്യോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നല്ലോ, എന്താ പ്രാർത്ഥിച്ചിരുന്നത്? എനിക്ക് ലൈഫിൽ കൂടുതൽ എന്ത് ചെയ്യണം, എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേണം. അയാൾ ആഗ്രഹിച്ചു, അയാൾ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന് അറിയാം, അയാൾക്ക് അതിലേറെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേണമെങ്കിൽ അയാൾ ഇപ്പൊ പോകുന്ന വഴിയിലൂടെ പോയാൽ പോരാ, അയാൾ എന്തോ ഒരു കാര്യം എന്ത് ചെയ്യണം, ടിസ്റ്റ് ചെയ്യണം. ആ ടിസ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കും. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. കൊറോണ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഇവിടെ വന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരുപാട് ആളുകൾ മരിച്ചു. ഈ കൊറോണക്ക് എന്തെങ്കിലും പോസിറ്റീവ് സൈഡ് ഉണ്ടായോ? കൊറോണ എന്തെങ്കിലും പോസിറ്റീവ് സൈഡ് ഉണ്ടായോ? ഉണ്ടായോ സുബ്രഹ്മണ്യം സർ? ഇഷ്ടം പോലെ. കൊറോണക്ക് നിങ്ങൾ നെഗറ്റീവ് മാത്രമാണോ കാണുന്നത്? കൊറോണക്ക് പോസിറ്റീവ് ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ട് സാർ. ഉണ്ടായിട്ടുണ്ട്. ആർക്കും സംശയമില്ലല്ലോ. ഈ ലോകം ഒരു 2040 ഉണ്ടാവേണ്ട ഒരു ലോകത്തിലാണ് 2025 നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജിക്കലി വലിയ രീതിയിലുള്ള റെവല്യൂഷൻസ് വന്നു. ഈവൻ ഈ കൊറോണയുടെ മുമ്പ് ബിമാജിക് ഇല്ല. ഈ കൊറോണയുടെ മുമ്പ് നിങ്ങൾ സൂം ഉപയോഗിച്ചിട്ടില്ല. ഈ കൊറോണയുടെ മുമ്പ് ഇത്രയും ഓൺലൈൻ ക്ലാസ്സുകളില്ല. ഈ കൊറോണയുടെ മുമ്പ് ഇത്ര യൂട്യൂബേഴ്സ് ഇല്ല. ഈ കൊറോണയുടെ മുമ്പ് ഇത്ര ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല. എല്ലാം സംഭവിച്ചത് ആഫ്റ്റർ ദ പാൻഡമിക് ആണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവും എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവും ഉണ്ടാകും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ എല്ലാ ആൾക്കും സാധിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എല്ലാ ആൾക്കും സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പറയാൻ പറ്റുന്നത്, ഓക്കെ, എന്നെ ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടത്തി വിട്ടതിന് നന്ദി ദൈവമേ. എന്തിനാണ്? ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആ പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ഞാനതിൽ ചെയ്യാണ്. ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് ക്ലയന്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ക്ലയന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ്, ഞാൻ ഇനി ഇത്ര രൂപ ഉള്ള ഒരു ക്ലയൻസിനെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രീമിയം ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല?
അയാൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് കോംപ്രമൈസ് ചെയ്യും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു നോക്കുക, അവരെന്ത് ചെയ്യൂല, കോംപ്രമൈസ് ചെയ്യൂല. അവർക്ക് കിട്ടുന്നത് വരെ അയാൾ എന്ത് ചെയ്യും? അതിനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ കടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിലവിൽ പോകുന്ന റൂട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റും. നിലവിൽ പോകുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോ ഇങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും സംഭവം, നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? കൂടും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ്, ലീഡർഷിപ്പ് ഒക്കെ കൂടും. എപ്പോ? പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ചെയ്യേണ്ട കാര്യം, ആസ്ക് ദ വൈ റിപ്പീറ്റഡ്ലി. മിനിമം 5 വൈ ചോദിക്കുക. ചിലപ്പോൾ 3 വൈയിൽ കിട്ടും, ചിലപ്പോൾ 10 വൈ ചോദിക്കേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെയിൽസ് കുറവാണ്. എന്തുകൊണ്ട്? അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും, അടുത്തൊരു ആൻസർ കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏത് പ്രോബ്ലംസിലും നിങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു, നോയിങ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു ഡൂയിങ് എന്നുള്ള. നിങ്ങൾക്കത് അറിയാം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഇൻഫോർമേഷൻ അല്ല. ഇൻഫോർമേഷൻ അബ്സല്യൂട്ട്ലി ഫ്രീ റൈറ്റ് നൗ. നിങ്ങൾക്ക് ഏത് ഇൻഫോർമേഷൻ, ഞാനിപ്പോ ഇന്നലെ രാത്രി API എന്ന് പറയുന്ന സംഭവം, ഒരു ഓട്ടോമാറ്റിക് ഇന്റഗ്രേഷൻ എന്നതിന് വേണ്ടി പഠിച്ച സമയത്ത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം API കോഴ്സ് 8 മണിക്കൂർ ഫ്രീ, യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുക. പക്ഷെ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കോഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് പറയണം? നമുക്കത് ഇൻഫോർമേഷൻസിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുക? അയാൾക്ക് ഇൻഫോർമേഷൻ ലഭിക്കുമ്പോഴല്ല, അയാൾക്ക് അറിവുണ്ടാകുമ്പോഴല്ല അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ആ അറിവിനെ അയാൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴാണ്. വിദ്യാഭ്യാസം പറഞ്ഞാൽ എന്താ? അറിവുണ്ടാവുന്നതല്ല. വിദ്യാഭ്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ടാവുന്നതല്ല. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരാൾ ചോദിക്കുകയാണ്, ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ, ഇതിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളുണ്ടാവും? ആരെങ്കിലും ഉണ്ടോ ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ? ഇന്ന് ജസ്റ്റ് ഒന്ന് അയ്യേ കമന്റ് ചെയ്ത്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ജസ്റ്റ് ഒന്ന് കമന്റ്. എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. നെജിലൊക്കെ ഡ്രൈവിംഗ് അറിയില്ല. അപ്പൊ നെജില യൂട്യൂബ് നോക്കാൻ തീരുമാനിച്ചു, എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുക. അപ്പൊ അതിലൊരാൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂട്ടി ആണെങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് പതിയെ ആക്സിഡന്റ് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് എ ഇൻഫോർമേഷൻ. ഇറ്റ്സ് എ തിയറി പാർട്ട്. അതൊരു ഇൻഫോർമേഷൻ ആണ്. ഇറ്റ്സ് ജസ്റ്റ് എ തിയറി പാർട്ട്. ഇഫ് യു വാണ്ട് ടു ലേൺ ദി ഡ്രൈവിംഗ്, യു മസ്റ്റ് അപ്ലൈ പ്രാക്ടിക്കൽ. അല്ലേ? അത് നമ്മൾ സ്കൂട്ടി എടുത്ത് ഓട്ടി തന്നെ പഠിക്കണം. എന്നതുപോലെ നിങ്ങൾ ബിമാജിക്കിന്റെ ക്ലാസ്സിൽ നിന്നോ എന്റെ ക്ലാസ്സിൽ നിന്നോ കുറെ ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ടോ, യൂട്യൂബിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ടോ, ബാക്കിയുള്ള പുസ്തകം വായിച്ചിട്ട് ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ടോ, നത്തിങ് വിൽ ചേഞ്ച്. നിങ്ങൾ ഇൻഫോർമേഷന്റെ ആ സംഭവം ഇങ്ങനെ അതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ആവുന്നല്ലാതെ നത്തിങ് വിൽ ചേഞ്ച്. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിൽ കുറെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. 20% ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു ക്യാമറ, ഒരു വാട്സാപ്പ്, ഒരു ഇൻസ്റ്റാഗ്രാം, ഒരു ഫേസ്ബുക്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. വേറെ 100 കണക്കിന് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് എന്ത് പറയുക, ഡംബായി കിടക്കും. ഇൻഫോർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ റൂട്ട് കോസ് അനാലിസിസ് പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് തിങ്കിങ് ഫോർ സൊല്യൂഷൻ. അതിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് എടുക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നു ബാരൻ ബഫറ്റിന്റെ തോന്നുന്നു, ബാരൻ ബഫറ്റിന്റെ മീറ്റിങ്ങുകളിൽ ഒരു എംപ്റ്റി ചെയർ ഉണ്ടാവും. ഒരു എംപ്റ്റി ചെയർ, ആരും ഇരിക്കാത്തൊരു ചെയർ. എന്തിനാ ഒരു മീറ്റിങ്ങിൽ ആരും ഇരിക്കാത്ത ചെയർ? എന്തിനാ? ഒരു മീറ്റിങ്ങിൽ കുറെ ആൾക്കാരുണ്ട്, ആരും ഇല്ലാത്തൊരു ചെയർ ഒരു മീറ്റിംഗ്. എന്തിനായിരിക്കും? നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞോ, എന്തിനായിരിക്കും? ആരെങ്കിലും ഒന്ന് പറ. ആരെങ്കിലും ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വേറെ യൂണിവേഴ്സിന് ഇട്ട് കൊടുത്തായിരിക്കും. യൂണിവേഴ്സിന് ഇട്ടതായിരിക്കാം. വേറെ പ്രതീക്ഷിക്കാതെ ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ. പ്രതീക്ഷിക്കാതെ ആരെങ്കിലും വന്നാൽ ഇരിക്കാനാവാം. വേറെ സോറി, ബാരൻ ബഫറ്റ് അല്ല കേട്ടോ, ജെഫ് ബെസോസിൻ്റെതാണ്. ഓക്കെ, പറഞ്ഞോളൂ. വേറെ എന്തായിരിക്കും?
വേറെ എന്തെങ്കിലും ഇരിക്കാം. അയാൾ ബിസിനസ്സുകാരനാണ്. വേറെ എന്താ ഇരിക്കാം? എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്ത ആളിനെ ഒരു പ്രൊമോട്ട് ചെയ്തിരുത്തുന്നതാണോ? അതെ, കൂടുതൽ ചെയ്ത ആൾ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്തിരുത്താനാവാം. ഓക്കെ, അദ്ദേഹം ആ ചെയറിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോബ്ലംസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്സിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പൊ അവിടെ കുറെ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ നടന്നതിനൊക്കെ ശേഷം അദ്ദേഹം എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാല് ഈ എം ടി ചെയറിനെ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ എം ടി ചെയറിനെ കസ്റ്റമർ ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. എന്നിട്ട് കസ്റ്റമറുടെ വ്യൂ പോയിന്റ് ചിന്തിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ അത് കസ്റ്റമർ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ കസ്റ്റമർ വ്യൂ പോയിന്റ് ചിന്തിക്കും. ഇന്നലെ മിനിയാന്ന് ഞാനൊരു ടൂൾ ഡെവലപ്പ് ചെയ്തെടുത്തു ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓൺടർപ്രണേഴ്സിന് വേണ്ടി ടൂൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് എനിക്കതിനൊരു പേര് വേണം. അപ്പൊ ഞാൻ കുറെ പേര് ആദ്യം എന്റെ ടീമിനോട് ചോദിച്ചു, ഇതിൽ ഏത് പേരാണ് നിങ്ങൾക്ക്. അപ്പൊ അവർ കുറെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളായിട്ടുള്ള പേര് സജസ്റ്റ് ചെയ്യണ്ടേ, നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു കസ്റ്റമർ ആയിട്ട് നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യും, ഒരു ഓൺടർപ്രണർ ആയിട്ട് പേര് സജസ്റ്റ് ചെയ്യാം. ഓൺടർപ്രണർ ആയിട്ട് പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യുക. ഇതിന്റെ ഈ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സിൽ ഏത് ഏരിയയിലാണ് പ്രോബ്ലംസ് ഉള്ളത് എന്നുള്ളത് ആ ടൂൾ വെച്ച് ഫൈൻഡ് ചെയ്യാം. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ടൂളാണ്, നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പൊ പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇവിടുന്ന് കുറെ സജഷൻസ് വന്നപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയ സമയത്ത് ഞാൻ അതേ സാധനത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ പല ആളുകൾക്ക് ആ ബ്രോഡ്കാസ്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ബ്രോഡ്കാസ്റ്റ് ഞാൻ ചോദിച്ചു, ഇങ്ങനെ കുറച്ച് പേരുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്തിടാൻ പറ്റുന്ന പേര് ഏതാണ്. അങ്ങനെ അതിൽ നിന്ന് കുറെ ആളുകൾ പേര് ചൂസ് ചെയ്തിട്ടു. ഞാൻ അതിനൊരു ഫൈനൽ പേരിട്ടു, പ്രോഫിറ്റ് ലീക്ക് ഓഡിറ്റ് എന്നൊരു പേരിട്ടു. അങ്ങനെ വീണ്ടും ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ പേരിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. അപ്പൊ അയാൾ എനിക്ക് വേറൊരു പേര് സജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്ന ടെസ്റ്റ് ആണെങ്കിൽ ഓക്കെയാണ്, ഇങ്ങനത്തെ ഒരു ഓൺടർപ്രണേഴ്സിന് കൊടുക്കുന്ന സംഭവമൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, സൈഫ പ്രോഫിറ്റ് ലീക്ക് ഓഡിറ്റ് എന്ന് പറയുന്നത്, ആ ലീക്ക് എന്ന് പറയുന്ന വാക്ക് എനിക്കെന്തോ കണക്ട് ആവുന്നില്ല, അത് നീ ചേഞ്ച് ചെയ്ത് ഞാൻ ഓക്കെ ആയിരിക്കാം. അപ്പൊ ഞാൻ വീണ്ടും ചാറ്റ് GPT ഒക്കെ ആയിട്ട് ഞാൻ അതിനെ ലാസ്റ്റ് പ്രോഫിറ്റ് ഗ്യാപ്പ് ഓഡിറ്റ് എന്നാക്കി. അപ്പൊ ഞാൻ അതോ ചോദിച്ചു, പ്രോഫിറ്റ് ഗ്യാപ്പ് ഓഡിറ്റ് പേരെങ്ങനെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ആ പേര് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ലാസ്റ്റ് പ്രോഫിറ്റ് ഗ്യാപ്പ് ഓഡിറ്റ് ടെസ്റ്റ് PGTI. ഓക്കെ, PGIT എന്നത് പ്രോഫിറ്റ് ഗ്യാപ്പ് ഓഡിറ്റ് ടെസ്റ്റ് എന്നത്. ഇതെങ്ങനെയാണ്? അതിനുള്ള അടുത്ത ഓപ്ഷൻസ് ആണ്, പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ് നടക്കുക. ക്രിയേറ്റീവ് തിങ്കിങ് നടത്തൽ എങ്ങനെയാണ്? അതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാന്ന് പറഞ്ഞത്. ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാം, മൈൻഡ് മാപ്പിംഗ് ചെയ്യാം. ഓക്കെ, വാട്ട് ഇഫ് എന്നുള്ള സിനാരിയോ, വാട്ട് ഇഫ് എന്നുള്ളത് എന്താ ചെയ്യാം ചോദിച്ചുകൊണ്ടിരിക്കുക. ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ചധികം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോൾ എന്താ സുഖം ചോദിച്ചാൽ, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, ലൈവ് കാണിച്ചു. എനിക്ക് ഇന്ന് 2 മണിക്ക് കൊച്ചിയിലേക്ക് പോകണം. ഇന്ന് 2 മണിക്ക് എനിക്ക് കൊച്ചിയിലെത്തണം. ഓക്കെ, എൻ്റെ കയ്യിൽ കാറില്ല. ഓക്കെ, എനിക്ക് വേണ്ടത് ഒരു പ്രീമിയം കാറാണ്. ആ പ്രീമിയം കാറിലാണ് ഞാൻ മീറ്റിങ്ങിന് പോകേണ്ടത്. കാരണം ഒരു വലിയൊരു ഓൺടർപ്രണർ മീറ്റിംഗ് ആണ്. എനിക്കൊരു പ്രീമിയം കാറിൽ പോകണം. എന്താണ് സൊല്യൂഷൻ? നിങ്ങൾ കുറച്ച് സൊല്യൂഷൻ പറഞ്ഞേ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. റെന്റ് കാറിൽ വിളിക്കാം. പറയാം, നമ്മൾ ഇവിടുന്ന് അവൈലബിൾ കാറിൽ പോയിട്ട് കൊച്ചിയിൽ നിന്ന് ഒരു പ്രീമിയം ഹയർ ചെയ്താൽ പോരെ? ഇവിടുന്ന് അവൈലബിൾ കാറിൽ പോയിട്ട് കൊച്ചിയിൽ നിന്ന് ഒരു പ്രീമിയം ഹയർ ചെയ്യാം. പറയാം, സുഹൃത്തുക്കൾ അടുത്തൊരു വണ്ടി വാങ്ങി പോവാ. സുഹൃത്തിന്റെ അല്ലേ, പ്രീമിയം കാറിലെ സുഹൃത്തിൽ നിന്നൊരു വണ്ടി മേടിച്ചാൽ പോരെ. വേറെ കൊച്ചിയിൽ ഒരു പ്രീമിയം ഷോപ്പിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ട് എടുത്തിട്ട് മീറ്റിങ്ങിന് പോയാൽ പോരെ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും. അല്ലെ കൊച്ചിയിൽ എത്തിയിട്ട് അവിടെയുള്ള ഫ്രണ്ടിനെ വിളിച്ചാൽ പോരെ. ഓക്കെ, അങ്ങനെ കുറേ സൊല്യൂഷൻസ് വരും. അപ്പൊ ഇറ്റ്സ് കോൾഡ് ബ്രെയിൻ സ്റ്റോമിങ്. എന്താ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ പ്രത്യേകത? എന്ന് പറയുന്നത്, നമ്മളിപ്പോ 28 പേര് ഇവിടെ ഉണ്ട് അല്ലെ? ഈ 28 പേരുടെ ആവറേജ് ഏജ് ഇതിൽ 50 വയസ്സുള്ളവരും 60 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരൊക്കെ ഉണ്ടാവും. ആവറേജ് ഏജ് നമ്മളൊരു 35 വയസ്സ് കൂട്ടുക.
ആവറേജ് ഏജ്. അപ്പൊ 28 × 35 എത്രയായി? 28 × 35 എത്രയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 28 × 35 970. അറിയില്ല, ആണോ? ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണോ? കാണാറില്ല. 970. 980 അല്ലെ? 980 വയസ്സാണ് നമ്മുടെ ഈ ടീമിന്റെ വയസ്സ്. ഓക്കെ, ഇനി 980 വയസ്സുള്ള ഒരാള് 1 മിനിറ്റ്, എല്ലാവരും ഓരോ മിനിറ്റ് ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിന് നമ്മൾ 28 മിനിറ്റ് ആക്കി മാറ്റി. ക്ലിയർ ആണോ? 10 മിനിറ്റ് നമ്മൾ ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഈ 28 പേര് ഇരുന്ന് 250 മിനിറ്റ് ഇരുന്നതിന്റെ 250 മിനിറ്റ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് റിസൾട്ട് കിട്ടുമോ അതിന്റെ 10 ഇരട്ടി റിസൾട്ട് എവിടുന്ന് കിട്ടും? ഇവിടുന്ന് കിട്ടും. കാരണം എന്താ? 950 മിനിറ്റിന്റെ 950 ആണ് എന്ത്? നമ്മുടെ ആവറേജ് ഏജ്. അതേപോലെ ഐക്യു ഡിഫറെന്റ് ആയിരിക്കും. ആവറേജ് ഐക്യു ഉണ്ടാവും, പല ആളുകളുടെ ഐക്യു ആയിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ടീമായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ അതിന് ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക. ബിസിനസ്സുകാരൊക്കെ പ്രത്യേകം ചെയ്യേണ്ട കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ തന്നെ വെക്കാറുണ്ട്. ഏതില്? എൻ്റെ മീറ്റിങ്ങുകളിൽ. ബ്രെയിൻ സ്റ്റോമിങ് വെക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഐഡിയ പറയുന്ന ആളുകൾക്ക് പ്രത്യേക പ്രൊമോഷൻ അല്ലെങ്കിൽ അവർ പ്രത്യേക പ്രൊമോഷൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഞാനൊരു കഥ പറയാം, ചിലപ്പോൾ നിങ്ങൾ കേട്ട കഥ ആയിരിക്കും. ഒരു വലിയൊരു കാറിന്റെ കമ്പനിയാണ്. ആ കാറിന്റെ കമ്പനിയിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന് വേണ്ടിയിട്ട് ഏറ്റവും സെക്യൂരിറ്റി കൂടിയ കാറ്. ഈ കഥ ആരും കേട്ടിട്ടുണ്ടോ? ആർക്കെ പറയാൻ സാധിക്കുക? ഞാനല്ലാതെ. ആ കാറ് പുറത്തേക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ടില്ലേ? അതെ, ഒന്ന് പറഞ്ഞോട്ടെ, കഥയായിട്ട് പറഞ്ഞോട്ടെ, കഥ പറഞ്ഞു, സ്റ്റോറി ടെല്ലിങ്. ആ വാഹനം എല്ലാ പണിയും കഴിഞ്ഞ് ഡെലിവറി കൊടുക്കണം. ഡെലിവറി കൊടുക്കുന്ന സമയത്ത് വണ്ടി പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോ വണ്ടിയും ആ ഡോറേറ്റ് ഹൈറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതെ. അപ്പം പലവരും പല ഐഡിയകളും പറഞ്ഞു. വണ്ടിന്റെ ഹൈറ്റ് കുറക്കാനുള്ള വളരെ കോസ്റ്റ്ലി ഐഡിയകളാണ് പറഞ്ഞതൊക്കെ. അവസാനം ഒരു സെക്യൂരിറ്റി പറഞ്ഞു വണ്ടിന്റെ ടയറിന്റെ കാറ്റൊന്ന് കുറക്കാൻ. അപ്പൊ അതിനനുസരിച്ച് വണ്ടി 2 ഇഞ്ച് കുറഞ്ഞു കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം ആണ്, വലിയ പ്രോബ്ലം ആണ്. അപ്പൊ അവിടുത്തെ എല്ലാ മാനേജേഴ്സും സീനിയേഴ്സും അവിടുത്തെ എഞ്ചിനീയേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാണ്. ആ വണ്ടി ഇറക്കാൻ നോക്കുമ്പോൾ ഡോറിനെക്കാളിലും ഹൈറ്റ് വണ്ടിക്കുണ്ട്, ഡോറിനെക്കാളിലും ചെറിയൊരു ഹൈറ്റ്. ഓക്കെ, അപ്പോ അവരിങ്ങനെ പല ഡിസ്കഷൻസ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പറയുന്നുണ്ട്, സർ ഐ ഹാവ് എൻ ഐഡിയ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് പോടും. ഓക്കെ, ഞങ്ങൾ ഇത്രയും വലിയ ആളുകൾ ഉണ്ടായിട്ട് നിന്റെ കയ്യിൽ എന്താ ഐഡിയ ഉണ്ടാവാനാ? അങ്ങനെ അവസാനം അവർ തീരുമാനിച്ചത് എന്താ അറിയോ? ആ കാർ ഇറക്കുന്ന സമയത്ത് ഡോറിന്റെ മുകളിലുണ്ട്, അവിടെ കുറച്ച് പൊളിക്കാം എന്ന് തീരുമാനിച്ചു. ഓക്കെ, പൊളിക്കാൻ തീരുമാനിച്ച സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞു, സർ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഒരു മാനേജർ പറഞ്ഞു, അവിടെ അയാളൊന്ന് പറയട്ടെ, സർ വണ്ടിയുടെ കാറ്റ് ഒന്ന് അയച്ചാൽ പോരെ. കാറ്റ് അയച്ചു കഴിഞ്ഞാൽ അത്രയും താഴ്ന്നില്ലേ, എന്നിട്ട് നേരെ വണ്ടി ഇറക്കിയിട്ട് നമുക്ക് പിന്നെ കാറ്റ് അടിച്ചാൽ പോരെ. ഐഡിയ ഇസ് നോട്ട് മൊണോപ്പൊളി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഐഡിയ എന്ന് പറയുന്നത് ഒരാളുടെ കുത്തകയല്ല, ഒരാളുടെ കുത്തകയിൽ നിൽക്കുന്ന കാര്യമില്ല. ഐഡിയകൾ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന ആർക്കും എന്ത് ചെയ്യും? ഐഡിയകൾ വന്നുകൊണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കുത്തകയല്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം അതിന് സമയം സ്പെൻഡ് ചെയ്ത് എത്രമാത്രം വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് അതിലുള്ള സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ് നേരത്തെ നെജില പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നെജില പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക. എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ ഓറിയന്റഡ് മെന്റാലിറ്റി. വാട്ട് ഇസ് ദ സൊല്യൂഷൻ? ഇറ്റ്സ് എ പ്രോബ്ലം, വാട്ട് ഇസ് എ സൊല്യൂഷൻ? ഹിയർ ഇസ് എ പ്രോബ്ലം, വാട്ട് ഇസ് എ സൊല്യൂഷൻ? വീട്ടില് ഒരു വിരുന്നാർ വന്നു. ഓക്കെ, ഭർത്താവില്ല, ആരുമില്ല, വിരുന്നാർക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്യണം. എന്താ സൊല്യൂഷൻ? ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതാക്കാൻ പറ്റുക? ഓൺലൈനിൽ ഡെലിവറി ഒരു ടീമിനെ വിളിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു സുഹൃത്തെ വീട്ടിൽ പോയിട്ട് അവരോട് കൊണ്ടുവരാൻ പറയാം, അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ വിളിച്ച് കൊണ്ടുവരാൻ പറയാം. സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, രാവിലെ ഞാൻ ചിലപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ ഞാനിങ്ങനെ ഇതേപോലെ എന്തോ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അന്ന് എൻ്റെ വീട്ടില് ഒരു ഗ്യാസ് ഉള്ളൂ, ഗ്യാസിന്റെ ഒരു കുറ്റി ഉള്ളായിരുന്നു. ഇപ്പൊ 2 കുറ്റിയുണ്ട്. ആ സമയത്ത് ഒരു കുറ്റി ഉണ്ടായിരുന്നു. അപ്പൊ വൈഫ് പെട്ടെന്ന് വന്നിട്ട് വന്നിട്ട് ഗ്യാസ് കഴിഞ്ഞു, നിങ്ങൾ പോയിട്ട് മേടിക്കണം പറഞ്ഞു. ഞാൻ വൈഫിനോട് പറഞ്ഞു, സോറി ഞാൻ വേറെ വർക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, അപ്പൊ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? സൊല്യൂഷൻ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ഒരു 3 സൊല്യൂഷൻ കാണാൻ പറഞ്ഞു. അപ്പൊ ഒന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാം. ഓക്കെ, സെക്കൻഡ് എന്താ സൊല്യൂഷൻ? ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു
ഒരു ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോയിൽ ഇത് പറഞ്ഞു വിടാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡു ദാറ്റ്. ഓക്കെ, ഒരു ഓട്ടോ വിളിച്ചു, ഓട്ടോയിൽ ആ ഗ്യാസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സൊല്യൂഷൻ, അല്ലാതെ ഞാൻ പോയിട്ട് ഗ്യാസ് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഓക്കെ, അപ്പൊ ഓട്ടോക്ക് വിളിക്കുമ്പം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടോക്ക് 200 രൂപ 150 രൂപയ്ക്ക് ചാർജ് കൊടുക്കേണ്ടി വരും. പക്ഷെ എന്റെ സമയം കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പൊ നമ്മളെപ്പോഴും നോക്കേണ്ടത് സൊല്യൂഷൻ എന്താ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ആ സൊല്യൂഷൻ ഓറിയന്റ് എന്താ നോക്കുക. അതേപോലെ ബിസിനസ്സിലൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചൂസ് ചെയ്യുക. 3 കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഒന്ന്, പ്രോസ് ആൻഡ് കോൺട്രാസ്റ്റ് ലിസ്റ്റ്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത്, ഞാൻ ഇന്നേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ അധിക സമയത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് പറയാറുണ്ട്, നിങ്ങൾ കാര്യം ചിന്തിക്കരുത്. ഓക്കെ, ചിന്തിച്ചിട്ട് മൈൻഡിലിട്ടിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓക്കെ, നേരെ എന്ത് ചെയ്യുക, ടേക്ക് എ പെൻ, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇതേപോലെ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം നേരെ ഒരു വരി വരക്കുക. എന്നിട്ട് പറയാം അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, അതിനുള്ള പ്രോസ് എന്താണ്, കോൺട്ര എന്താണ്, ഉപകാരം എന്താണ്, അതിനുള്ള നന്മ എന്താണ്, തിന്മ എന്താണ്. ഓക്കെ, ഈ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്, എനിക്കുണ്ടാവുന്ന ഉപകാരം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യുക. 1 2 3 4 5 10. എനിക്കുണ്ടാവുന്ന ഇതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് 1 2 3 4 5 ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തു. മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഇതിൽ ഏതാണ് കൂടുതൽ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാം. നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരത്തിനേക്കാളും കൂടുതൽ ഉപദ്രവങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഏതെടുക്കുക, ഏതെടുക്കുക? ആ തീരുമാനം നമ്മൾ ചിലപ്പം ഉപേക്ഷിക്കേണ്ടി വരും. ക്ലിയർ ആണോ? ഏറ്റവും സിമ്പിൾ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ മൈൻഡിൽ ഇട്ടിട്ട് തിങ്ക് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ മൈൻഡ് അത്ര പവർഫുൾ അല്ല. ഞാൻ ഒരാൾക്ക് ഇപ്പം 10 ലക്ഷം രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബെറ്റ് വെക്കാം, 10 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്കാണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ അരമണിക്കൂർ 30-34 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, 40 മിനിറ്റ് കിട്ടുള്ളൂ. ആ 40 മിനിറ്റിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അതേ രീതിയിൽ ഓർത്ത് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ചലഞ്ചില്? ആർക്കെങ്കിലും സാധിക്കുമോ? ആദ്യം പറയുന്നുണ്ടല്ലോ. എന്നാ ഞാൻ സിന്ധു മാമിന് ഇതിന്റെ റെക്കോർഡിംഗ് അയച്ചു തരാം, എന്നിട്ട് പറഞ്ഞാലും മതി. റെക്കോർഡിംഗ് കേട്ടിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ ഒരു ആഴ്ചയൊക്കെ ഫുൾ പഠിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഞാൻ പറഞ്ഞ അതേ രീതിയിൽ, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എഴുതി വെച്ചിട്ട് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല സാറേ, പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം എന്താ, നമ്മൾ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ആയിട്ടാണ് ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ടൂൾസുകൾ ഉപയോഗിക്കണം. ഓക്കെ, ലിമിറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി ലിമിറ്റഡ് ആകുമ്പോൾ നമ്മൾ ടൂൾസ് ഉപയോഗിക്കും. അല്ലേ? നമുക്കൊരു പുലിനെ പോലെ ഓടാൻ സാധിക്കുമോ? പുലി ഓടുന്ന അത്ര സ്പീഡ് ഓടാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ പുലി ഓടുന്ന പോലെ പുലിന്റെ അത്ര സ്പീഡ് പോകുന്നുണ്ടോ? പുലിനേക്കാളും സ്പീഡ് പോകുന്നുണ്ടോ? അല്ലെ? ഫ്ലൈറ്റും ട്രെയിനും കാറൊക്കെ ഉപയോഗിച്ച് പോകുന്നില്ല. അതൊരു സൊല്യൂഷൻ ആണ്. അല്ലെ? നമ്മൾ ലിമിറ്റഡ് ആകുമ്പോൾ അവിടെ നമ്മൾ ടൂൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മളിവിടെ ലിമിറ്റഡ് ആണ്, അപ്പൊ നിങ്ങൾ ടൂൾ ഉപയോഗിക്കണം. ആ ടൂളാണ് എന്ത്? ഈ പ്രോസ് ആൻഡ് കോൺട്ര എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഒരൊറ്റ സാധനം നിങ്ങൾ, ഈ 2 സാധനങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ, ഇനി ഒരുപാട് ടൂളുകളുണ്ട്, എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നത്. ഫസ്റ്റ്, എന്താണ് പ്രോബ്ലം ഉണ്ടാവുമ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആസ്ക് 5 ടൈം വൈസ്. ഞാൻ വൈ ഇങ്ങനെ ചോദിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞില്ല, വളരെ എഫക്റ്റീവ് ആയിട്ട് ഐഡിയ ആണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം, സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാം, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്, നീ നല്ല പവർഫുൾ ആണെന്ന് എനിക്കറിയാം, നല്ല കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, നാളെ എണീക്കുമ്പോൾ എനിക്ക് അതിന് ഉത്തരം വേണം. ഇതൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്ത് നോക്കും മാത്രമേ എനിക്ക് റിസൾട്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നും. നാളെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതിന് ഉത്തരം വേണം. എനിക്ക് ഇന്നലെ ഞാൻ കിടന്നിട്ട് പറഞ്ഞത് പോലും രാവിലെ എണീറ്റപ്പോൾ ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഇന്നലെ ഞാൻ കിടക്കുമ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഞാൻ ആളുകൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് 2-3 ക്ലയൻസുകൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു വിഷയം കണ്ടു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഇത് ആലോചിച്ച് കിടക്കുകയാണ്, നാളെ സൊല്യൂഷൻ എനിക്ക് തരണം. ഇന്ന് രാവിലെ എണീറ്റ് സൊല്യൂഷൻ ആയി. ഓക്കെ, ആ സൊല്യൂഷൻ എനിക്ക് ടീമിനോട് പറഞ്ഞാൽ മതി. പ്രോബ്ലത്തിനെ ഭയപ്പെടില്ല, പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവുക. ഫേസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്ത സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ
ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. 5 തവണ വളരെ സീരിയസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുക ഫസ്റ്റത്തെ വഴി എന്തുകൊണ്ടാണ് സേഫ് സംഭവിച്ചത്, ഓക്കെ, എന്താ നിങ്ങൾക്ക് സംഭവിക്കാൻ കാരണം. അപ്പം ഒരു ഉത്തരം കിട്ടും. അത് ടീം മെമ്പേഴ്സ് ഇങ്ങനെ ചെയ്യാം, ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും, അത് ഞാനിങ്ങനെ, അതെന്തുകൊണ്ടാണ്, അതെന്തുകൊണ്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ആവും. റൂട്ട് കോസ് അനാലിസിസ്. പല്ലുവേദന ഉണ്ടായി കഴിഞ്ഞാൽ, നല്ല പല്ലുവേദന ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഗുളിക കുടിച്ചാൽ മാറോ? ഓക്കെ, പെയിൻ കില്ലർ കുടിച്ചാൽ മാറോ? പെയിൻ കില്ലർ കുടിച്ചാൽ നിങ്ങളെ വേദന മാറുന്നുണ്ടോ? ഒരു പെയിൻ കില്ലറിന് നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണ് വേദന, ആ വേദന ഐഡന്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കി തരാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ പെയിൻ കില്ലർ കുടിക്കുന്നില്ലേ? പല്ലുവേദനന്റെ തലവേദന ഗുളിക കുടിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ തലവേദനയും പല്ലുവേദനയും ഈ ഗുളിക കുടിച്ചിട്ട് മാറി എന്നുള്ളത്? ഇല്ല. നമ്മുടെ തലച്ചോറിലേക്കുള്ള ഒരു കണക്ഷൻ ആ ഗുളിക കട്ട് ചെയ്യും. ബ്ലഡിലൂടെ പോയിട്ട് എന്ത് ചെയ്യും? ആ വേദന ഉണ്ട് എന്ന് പോകുന്ന ആ മെസ്സേജ് തലച്ചോറിലേക്ക് കട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നത്. അത് ടെമ്പററി സൊല്യൂഷൻ ആണ് അല്ലെ? നല്ല പല്ലുവേദന ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. എന്താണ്? ഇതിലേക്കുള്ള റൂട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പല്ല് പറിച്ച് കളയേണ്ടി വരും. ദാറ്റ്സ് എ ഫൈനൽ സൊല്യൂഷൻ. അപ്പോഴാണ് ആ വേദന എന്നേക്കുമായിട്ട് മാറുള്ളൂ. ദാറ്റ്സ് അതേപോലെ ടെമ്പററി ആയിട്ട് അടക്കേണ്ട റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതാണ്. റൂട്ട് കനാൽ എന്നൊക്കെ പറഞ്ഞത് പോലെ റൂട്ട് കോസ് അനാലിസിസ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്ര വലിയ പ്രോബ്ലംസ് വരികയാണെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഗ്യാരണ്ടി. എത്ര വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ സ്വയം ഇരുന്ന് നോക്കുക, പിന്നെ നിങ്ങൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് ആളുകളായിട്ട് ഇരുന്ന് നോക്കുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക. ബിസിനസ്സിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, എവിടെ നിങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആസ്ക് 5 why. എല്ലാ സമയത്തും 5 why ചോദിക്കുക. ഡിസിഷൻസ് എടുക്കാൻ എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, മേക്ക് എ നോട്ട്സ്. ഓക്കെ, എന്ത് ചെയ്യുക? ഒന്ന് പെണ്ണെടുക്കുക, 2 കോളം വരക്കുക, ഒരു കോലത്തിൽ ക്രോസ് ചെയ്ത് ഒരു കോളത്തിൽ കോൺട്ര ചെയ്യുക. ഓക്കെ, ഗുണങ്ങളും ദോഷങ്ങളും ചെയ്ത്. ഓക്കെ, ഗുണം എന്താണ്, ദോഷം എന്താണ്? നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ചാർട്ട് ചെയ്യല്ലേ? ഡു ദ സെയിം. നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി കിട്ടും. ഇറ്റ്സ് 100 million ഐഡിയ. ഓക്കെ, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് മനുഷ്യന്മാർക്ക് വാല്യൂ ഉണ്ടാക്കാറുണ്ടോ? പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വാല്യുള്ള സാധനം. നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയം പിടിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. പക്ഷെ ആ ഫ്രീ നിന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം നിൽക്കും. ആ ഹൃദയം പിടിപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് എപ്പോൾ അവസാനിക്കുന്നോ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് ദാറ്റ്സ് മോസ്റ്റ് വാല്യബിൾ. ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ബട്ട് ദാറ്റ്സ് മോസ്റ്റ് വാല്യബിൾ. അപ്പോൾ ഫ്രീ കിട്ടുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ കിട്ടുന്നതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് പൈസ ഉണ്ടാക്കാനും കഴിയില്ല. ക്ലിയർ ആണോ? അപ്പൊ യൂസ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ എനിവേ 2 പേര് പെട്ടെന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് ഒന്ന് പറയാവോ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. എനിവേ നല്ല എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള ഓരോ സാറിന്റെ ക്ലാസ്സുകളിലും നമ്മളെ ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാൻ നമുക്ക് ഒരുപാട് സക്സസ്സിലേക്ക് എത്താൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ. 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 മാജിക് മോർണിംഗ്. ഓക്കെ. മാജിക് മോർണിംഗ്. സർ, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. വെരി എക്സലന്റ് ക്ലാസ് എന്ന് പറയാം. കാരണം എത്ര വലിയ പ്രോബ്ലം ആയാലും ശരി നമുക്കത് ഫേസ് ചെയ്യാനും അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനും ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അത്രയും നല്ല അറിവുകളാണ് ഇന്ന് കറക്റ്റായിട്ട് കിട്ടിയത്. നമ്മൾ എന്ത് വന്നാലും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കി മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും അതിന് അനലൈസ് ചെയ്യാനും അതിന് പ്രോബ്ലം അതിന് പരിഹാരം എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലാസ് തന്നെയാണ്. ശരി, അതുപോലെ തന്നെ എന്തുണ്ടായാലും സാർ പറഞ്ഞതുപോലെ ഒരു 5 വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാനും പറ്റും. അപ്പൊ ഇത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ. ഓക്കെ, മനസ്സ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാർ. കാരണം ഇനിയും ഇത് തുടർന്ന് എടുക്കണ്ടായിരുന്നു ക്ലാസ്, ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മളൊരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിലാണ് ഇപ്പൊ ഇതിലിപ്പോ മനസ്സിലാക്കിയത്. കാരണം അത് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം കിട്ടും. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക, അതിന് നെഗറ്റീവും പോസിറ്റീവും കണ്ടെത്തുക, അതൊക്കെ നല്ല പോയിന്റ് ആണ്. താങ്ക് യു. താങ്ക് യു മുസ്തഫ സാർ. ഓക്കെ, വേറൊരാൾ കൂടെ അൺമ്യൂട്ട്. ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ഇതായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. താങ്ക് യു സാർ. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് സാറ് പറഞ്ഞു. ശരിക്കും ഞാനത് പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ ലൈഫിൽ അത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഉറപ്പായിട്ടത് ഞാൻ നൈറ്റ് കിടന്നപ്പോൾ പറഞ്ഞെനിക്ക് രാവിലെ അതിനൊരു കറക്റ്റ് ടൈം പോലും ഞാൻ കൊടുത്ത ആ സമയത്ത് എനിക്ക് ഉണർന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് അത്ര പവർഫുൾ ആണെന്ന് ശരിക്കും ലൈഫിൽ അറിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്കിത് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിട്ടാണ് ഇത് പറയാൻ തോന്നിയത്. താങ്ക് യു. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഇതാണ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണത്. അത് ഇതിൽ കറക്റ്റ് ആയിട്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പുസ്തകത്തിൽ പറയാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന സമയം ഈ 4 മണിയാണ്. 4 മണി അല്ലെങ്കിൽ 3:50 ഈ സമയത്താണ് എൻ്റെ എല്ലാ പ്രോബ്ലംസിനും എനിക്ക് ഉത്തരം കിട്ടാറുള്ളത്. അത് ഓരോ ആളുകളും പ്രാക്ടീസിനനുസരിച്ച് കിട്ടും. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ട്. സിമ്പിളാണ്. നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും. സോ താങ്ക് യു ആൾ. താങ്ക് യു സാർ. മുസ്തഫ സാറേ, മുസ്തഫ എന്നും വന്നിട്ട് രാവിലെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാല് വന്നിട്ട് പറയാറുണ്ട് കേട്ടോ, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടം. മുപ്പർക്ക് നമ്മളെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയും എന്നോട് വന്നിട്ട്, അംഗൻവാടി വന്നിട്ട് ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് എന്തായാലും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു.